ഉർവശി അഭിനയിച്ചു, കലാരഞ്ജലി, ഞങ്ങളുടെ ഫാമിലി മൊത്തം. ചേട്ടനെ മാത്രമേ ഉള്ളൂ മിന്നൽ പോലെ ഞങ്ങൾ കാണുന്നൊരു താരം. മിന്നൽ ഒരു സെറ്റിൽ ചെന്നാൽ സാധാരണ നമ്മൾ ചെല്ലുമ്പോൾ രാവിലെ ഹീറോ കാണും, അല്ലെ ബാക്കി എല്ലാ ആർട്ടിസ്റ്റും കാണും, നിൽക്കും. സ്പോട്ട് സീൻ സമയത്ത് വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു, നേരെ വരുന്നു, 10 മിനിറ്റ് റെഡി ആവുന്നു, അഭിനയിക്കുന്നു, അടുത്തൊരു 5 വണ്ടി വെയിറ്റ് ചെയ്യുക. ഈ വണ്ടി അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചില്ലേ നാളെ എനിക്ക് ഇന്ന സെറ്റിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ മായപ്പൊരുമാൻ സെറ്റ് ചേട്ടൻ പറഞ്ഞില്ലേ ഇപ്പം ഇത് തീർക്ക്, നാളത്തെ പിന്നെ എന്ന് ചേട്ടൻ പറഞ്ഞ എനിക്ക് ഓർമ്മയാണ്. എനിക്ക് ഒരു കാര്യത്തിൽ അപ്പോൾ ചേട്ടൻ പറഞ്ഞില്ലേ 8 വണ്ടി കിടപ്പുണ്ട്, വക്കം ഗിരീഷ് കിടപ്പുണ്ട്, അനിൽ മാത്യു കിടപ്പുണ്ട്, ആൻഡോ ജോസഫ് കിടപ്പുണ്ട്, ഞാൻ ഏതി പോകും. അപ്പം ഞാൻ ചേട്ടൻ എങ്ങനെ ആരെന്നെ എടുത്തോണ്ട് പോകും, ധൈര്യമുണ്ട്, അവൻ എന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞില്ലേ. അതുപോലെ തന്നെ എത്രയോ പ്രാവശ്യം ചേട്ടൻ എയർപോർട്ടിൽ വന്ന് കിടക്കുമ്പോൾ വന്ന വണ്ടിക്കല്ല ചേട്ടനെ കിട്ടിയത്, ചിന്തിച്ചവൻ കൊണ്ടുപോയി എന്നുള്ളതൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ ഒരിക്കലും മടുപ്പെന്ന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഈ തൊഴിലിനോട് ഒരു മടുപ്പും തോന്നിയിട്ടില്ല. ഒരിക്കലും തോന്നിയാ പിന്നെ അല്ല ചേട്ടനോട് ചോദിച്ചത് എപ്പോഴെങ്കിലും ചേട്ടാ ഇറിറ്റേഷൻ അവിടുന്ന് ഫോൺ ഇവിടുന്ന് ഫോൺ ചേട്ടൻ ഇപ്പൊ മൊബൈൽ യുഗം വന്നപ്പോ ഈ ഫോണിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ഇത് സ്വയം കൊണ്ട് നടക്കാത്തത്. ചേട്ടന് മാത്രമേ ഉള്ളൂ കാരണം അത് എന്നെ സ്വകാര്യ ജീവിതത്തിലും ഒക്കെ വല്ലാതെ ബുദ്ധിമുട്ടില്ല. പിന്നെ ഈ ജോലിയിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മുടെ വേണ്ടപ്പെട്ടവർ വിളിക്കും, അപ്പോഴൊക്കെ നമ്മുടെ ശ്രദ്ധ, എല്ലാ ജോലിയും പോലെ വളരെ ശ്രദ്ധ വേണ്ട ഒരു ജോലിയാണ് ഈ അഭിനയം എന്ന് പറയുന്നത്. അത്ര നിസ്സാര സംഭവമല്ല. അതുകൊണ്ടിപ്പോൾ കൽപ്പന ഒരു പെണ്ണെന്ന നിലയ്ക്ക് പാചകത്തിൽ മാത്രം പോരാ ശ്രദ്ധ. സ്വപ്നം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോയാൽ അനിലേറ്റൻ എല്ലാവരും ഇഷ്ടപ്പെടത്തില്ല. ശ്രദ്ധ പോയാൽ ഉപ്പ് കൂടും. അതുപോലെ തന്നെ വിചാരിക്കുന്ന ഇതും. അതുകൊണ്ട് പാചക കല എന്ന് പറയുന്നത് പാചക തൊഴിലല്ല. എല്ലാവരും ചേർക്കുന്നത് ഉപ്പും മുളകും മല്ലിയൊക്കെ തന്നെയാണ്. പക്ഷെ ചിലർ ചേർക്കുമ്പോൾ പ്രത്യേക സ്വാദാണ്. അതിന് നമ്മൾ ഒറ്റ വാക്കി കൈപ്പുണ്യം എന്ന് പറയും. അത് ഈ ശ്രദ്ധയുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ശ്രദ്ധ ആവശ്യമാണ്. പിന്നെ ഈ പറഞ്ഞാൽ ഒരു ജോലി ചെയ്യുമ്പോൾ അവിടെ ആയിരിക്കണം മനസ്സ്. നാളെ എന്ത് നടക്കും, നാളെ ഇപ്പോൾ ഈ ഒരു ചിത്രത്തെ അഭിനയിക്കുമ്പോൾ ഈ ചിത്രം സാമ്പത്തികമായിട്ടൊരു പരാജയമായിരിക്കും എന്ന് നമുക്കെങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല. ഒരളവ് വരെയൊക്കെ ചിലപ്പോൾ വിജയിച്ചാൽ നല്ലത് എന്ന് തോന്നുന്ന ഉറപ്പ് പറയാൻ പറ്റില്ല. പ്രേക്ഷകരാണ് അത് തീരുമാനിക്കുന്നത്. ഒരു ചിത്രത്തിൻ്റെ ജയാപജയങ്ങൾ പ്രേക്ഷകരിലായിരിക്കും. നമ്മൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്താലല്ലേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഒരാൾ മാത്രം പോരാ, എല്ലാവരും ശ്രമിക്കണം. തീർച്ചയായും കൂട്ടായ്മയാണ് സിനിമ എന്ന് പറയുന്നത്.